ഹലോ ഫ്രണ്ട്സ്, ഇടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ചൈന CRT കിറ്റാണ്. ഇപ്പോൾ കംപ്ലൈന്റ് നമുക്ക് വന്നിരിക്കുന്നത് ഓൺ ആവുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഓൺ ആവുന്നുണ്ടെന്നും പറയുന്നുണ്ട്. കൃത്യമായിട്ട് നമുക്ക് അറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഓൺ ആവും, ഇടയ്ക്കിടയ്ക്ക് ഓൺ ആവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു കംപ്ലൈന്റ് നോക്കേണ്ടത് ഡ്രൈ സോൾഡറിങ് ഉണ്ടോ എന്നുള്ളതാണ്. ഞാനിപ്പോൾ ബോർഡ് ഡ്രൈ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വേറെന്താ കംപ്ലൈന്റ് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ പവർ ഓൺ ചെയ്തിട്ടുണ്ട്, പക്ഷെ പവർ ലൈറ്റ് ഇല്ല. ഇപ്പൊ നമുക്ക് വോൾട്ടേജുകളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മൾ TV ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് 310 വോൾട്ട് ഉണ്ടോന്നോ, 290 ഇവിടെ ഓക്കെ. ഇത് മെയിൻ ഫിൽട്ടർ കപ്പാസിറ്റർ ആണ്. കപ്പാസിറ്റർ ഓക്കെ ആണ്. ഇത് SN ട്രാൻസ്ഫോമറിലേക്ക് ഉള്ള സപ്ലൈ. SN ട്രാൻസ്ഫോമർ വരെ പോകുന്നുണ്ട്. ട്രാൻസിസ്റ്ററിൽ വരെ സപ്ലൈ വരുന്നുണ്ട്. മെയിൻ ഫിൽറ്ററിൽ നിന്ന് ഒപ്റ്റോയിലോട്ട് പോകുന്ന 2 റെസിസ്റ്റൻസ് ഉണ്ട്. ഇതാണ് ആ 2 റെസിസ്റ്റൻസ്. ആദ്യത്തെ റെസിസ്റ്റൻസിൽ 220 ഔട്ട്പുട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു റെസിസ്റ്റൻസ് കൂടെ ഉണ്ട്, 100K സീരീസ് ആയിട്ടാണ് ഇട്ടേക്കുന്നത്. അതിൽ വോൾട്ടേജ് വരുന്നില്ല. 100Kയിൽ വോൾട്ടേജ് വരുന്നില്ല. മെയിൻ ഫിൽറ്ററിൽ നിന്ന് 360 ആദ്യത്തെ റെസിസ്റ്റൻസ് വന്നിട്ട് അത് 260 ആവും. അടുത്ത 100Kയിൽ നിന്ന് 12 വോൾട്ട് ഒപ്റ്റോയ്ക്ക് പോകുന്നത്. അവിടെ വോൾട്ടേജ് ഉണ്ടാവുന്നില്ല. ആ റെസിസ്റ്റൻസ് 100K അത് നമുക്കൊന്ന് ഇളക്കി ചെക്ക് ചെയ്യണം. അപ്പൊ ഇതാണ് ആ 2 റെസിസ്റ്റൻസ്. ഒന്ന് 120Kയും ഒന്ന് 100Kയും. അപ്പൊ ഈ റെസിസ്റ്റൻസ് നമുക്ക് മീറ്ററിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 100K അത് നമുക്കൊന്ന് മീറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കാം. വേസ് ഇതിപ്പോ വാല്യൂ കാണിക്കുന്നില്ല. വാല്യൂ കാണിക്കുന്നില്ല. അപ്പൊ നമുക്ക് അത് 2 റെസിസ്റ്റൻസ് ഒന്ന് മാറി നോക്കാം. ഒരു 100Kയും ഒരു 120Kയും. അപ്പൊ നമ്മൾ ആ 2 റെസിസ്റ്റൻസ് മാറ്റി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, സെറ്റ് ഓൺ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ TV റെഡി ആയിട്ടുണ്ട്. സ്ക്രീൻ വന്നു. ഇടയ്ക്കിടയ്ക്ക് ഓൺ ആവും എന്നുള്ള കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ 90% ഈ കംപ്ലൈൻറ്റ് തന്നെ ആയിരിക്കും. ഈ റെസിസ്റ്റൻസ് ഹൈ വാല്യൂ റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ വാല്യൂ ചേഞ്ച് ആവുന്നതാണ് ഈ കംപ്ലൈൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി ഒന്ന് അറിയിക്കണം. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ദയവായി കമൻറ്റിലൊന്ന് അറിയിക്കണം. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.